ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു പുതിയൊരു അൺബോക്സിങ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. എൻ്റെ ഫോൺ ഷവോമിയുടെ പോക്കോ X3 Pro ആയിരുന്നു. അപ്പോൾ അത് കംപ്ലൈൻ്റ് ആയി. അപ്പോൾ ഞാനൊരു പുതിയ ഫോൺ അങ്ങനെ ഓർഡർ ചെയ്തു. അത് നമ്മുടെ ഷവോമിയുടെ 11T Pro 5G എന്ന് പറഞ്ഞൊരു ഹൈപ്പർ ഫോണാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് ആണെന്ന് കാണിക്കുന്നത്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പറയുമ്പോൾ അറിയാലോ, അവർ മുന്നിൽ വെച്ച് തന്നെ ഇത് പൊട്ടിച്ച് നോക്കണം. അപ്പോൾ അങ്ങനെ അൺബോക്സ് ചെയ്തു. നമ്മൾ ഒഫീഷ്യലായിട്ട് ഇപ്പോഴാണ് നമ്മളിതിനെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കിയതല്ലാതെ ഫ്ലിപ്കാർട്ട് അവർ ഡെലിവറി ബോയ് കൊണ്ടുവന്നപ്പോഴത്തേക്ക് നമ്മളൊന്ന് നോക്കിയാൽ അപ്പോൾ നമുക്കതിനെ ഡീറ്റെയിൽഡായിട്ട് നോക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ നമ്മളാണ് ഇപ്പോഴാണ് അതിനെ ഡീറ്റെയിൽഡായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് അടക്കാം. ഫ്ലിപ്കാർട്ട് അപ്പോൾ നമ്മളൊക്കെ പൊട്ടിച്ച ഓണപ്പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അനൗൺസ്മെൻ്റൊക്കെ ഇതിലുണ്ട്. ഷവോമി 11T Pro 5G ഇതൊരു ഹൈപ്പർ ഫോണാണ്. അപ്പോൾ ഷവോമി ഇത് 2 വർഷം മുമ്പാണ് ഇത് ഇറക്കിയത്. ഞാനിപ്പോഴാണ് ഇത് മേടിക്കുന്നത്. നോക്കാം. പെട്ടെന്ന് ഫോൺ അടിച്ചു പോയപ്പോൾ നമുക്കത് നോക്കാം. നല്ലൊരു ബോക്സാണ്. ഇതെൻ്റെ മാനുവലായിരിക്കും. എന്താ നോക്കട്ടെ. പൗച്ച് അതിൻ്റെ ബാക്ക് കവർ തന്നിട്ടുണ്ട്. നല്ലൊരു പ്ലാസ്റ്റിക് നല്ലൊരു ബാക്ക് കവർ തന്നിട്ടുണ്ട്. പിന്നെ ഇതെന്താണ് നോക്കട്ടെ. ഇത് നമുക്ക് കേബിളാണ്. ഹെഡ്സെറ്റും മറ്റു കാര്യങ്ങളൊക്കെ OTG കേബിള്. അപ്പോൾ നമുക്കത് നോക്കാം. അല്ല, ഫോൺ ഇതാണ്. അപ്പോൾ ഫോണിലേക്ക് വരാം. അതിനുമ്പോൾ നമുക്ക് എൻ്റെ ചാർജർ 120 വോൾട്ട് ചാർജറാണ് ഇത് തന്നിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഇത് നല്ല അതിൻ്റെ ഒരു ഡേറ്റ കേബിളുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ ഫോണാണ്. ഷവോമിയുടെ നല്ലൊരു ഫോൺ. അപ്പോൾ ഇതാണ് നമ്മുടെ ഷവോമി 11T Pro 108 MB ക്യാമറയുണ്ട്. അപ്പോൾ ഇതിൻ്റെ യൂസ് ചെയ്തിട്ടുള്ളൊരു സ്പെസിഫിക്കേഷൻ പിന്നെ നമ്മൾ അടുത്ത വീഡിയോ നമ്മൾ ഇടുന്നതിന്. ഇപ്പോൾ ഇതാണ് അൺബോക്സിങ് വീഡിയോ. പിന്നെ ബാക്കി ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ വേറൊരു ദിവസം എടുത്ത് യൂസ് ചെയ്ത് 2 ആഴ്ചയോ 3 ആഴ്ചയോ കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ റിവ്യൂ പറയുന്നതാണ്. ഈ ഫോൺ എങ്ങനെ ഉണ്ടെന്നും ഇതിൻ്റെ സ്പെക്ക് എങ്ങനെ ഉണ്ടെന്നും. സ്നാപ്ഡ്രാഗൺ 888 പ്രോസസ്സ് ആണ് ഇതിൻ്റെ വന്നിട്ടുള്ളത്. ഇത് ഞാൻ ഇപ്പോൾ എടുത്ത സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ 8GB 256 RAM. ഓക്കെ, നമുക്ക് ഫോൺ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫോൺ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ. ചെയ്തിട്ടുള്ള മറ്റു കാര്യങ്ങളും മറ്റു റിവ്യൂസും ഒക്കെ പിന്നെ ഇത് യൂസ് ചെയ്ത് 2 വീക്സ് യൂസ് ചെയ്തതിന് ശേഷം പറയുന്നതാണ്. ഇത് ഫോൺ എങ്ങനെ നോക്കാം.